സംസാരിക്കുന്നത് ജെന്നി അല്ലെങ്കിൽ അപസ്മാരത്തെ പറ്റിയാണ്. നമ്മുടെ സമൂഹത്തിൽ വളരെയധികം തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്ന ഒരു അസുഖമാണ് ജെന്നി അഥവാ അപസ്മാരം, ബാധ കയറുക, അങ്ങനെയുള്ള പലവിധ തെറ്റിദ്ധാരണകളുണ്ട്. ഇപ്പോൾ തലച്ചോറിലെ ഞരമ്പുകളുടെ പ്രവർത്തനങ്ങളിലുണ്ടാകുന്ന അപാകത മൂലം ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ ജെന്നി അഥവാ സീഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രകടമാകുന്നത് ഒന്നുകിൽ ശരീരം മൊത്തമുള്ള വെട്ടലുകൊണ്ടോ, അതിനോടനുബന്ധിച്ച് വായിൽ നിന്ന് നുരയുണ്ടാവുക, അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഓർമ്മ നഷ്ടപ്പെടുക, നിന്ന നിൽപ്പിൽ താഴോട്ട് വീഴുക, സ്വഭാവത്തിൽ പൊടുന്നനെ ഉണ്ടാകുന്ന മാറ്റം, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാതെ ഒരു സ്റ്റെയറിംഗ് ലുക്ക് ഉണ്ടാവുക, അങ്ങനെ പല വിധത്തിലുള്ള ലക്ഷണങ്ങൾ സീഷറിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകാം. അപ്പോൾ തുടർച്ചയായിട്ട് ഇത്തരം ജെന്നി വരുന്നതിനെയാണ് നമ്മൾ അപസ്മാരം അഥവാ എപ്പിലെപ്സി എന്ന് പറയുന്നത്. പലവിധ കാരണങ്ങൾ കൊണ്ട് സീഷർ അഥവാ എപ്പിലെപ്സി ഉണ്ടാകാം. അത് പ്രായത്തിനനുസരിച്ച് കാരണങ്ങൾ വ്യത്യസ്തമായിരിക്കും. ചെറിയ കുട്ടികളിൽ പനിയോടനുബന്ധിച്ച് ജെന്നി ഉണ്ടാകാം. ഇതിനെ ഫെബ്രൈൽ സീഷേഴ്സ് എന്ന് വിളിക്കുന്നു. അതുപോലെ കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളിലോ അല്ലെങ്കിൽ ചെറുപ്പക്കാരിലോ പലവിധ ജനിതക കാരണങ്ങളാൽ ഉണ്ടാകുന്ന എപ്പിലെപ്സി സിൻഡ്രോംസ് കാരണവും നമുക്ക് സീഷേഴ്സ് ഉണ്ടാകാം. അതുപോലെ പ്രായമായവരിൽ തലച്ചോറിൽ ഉണ്ടാകുന്ന രക്തയോട്ടക്കുറവ് അല്ലെങ്കിൽ രക്തസ്രാവം, സ്ട്രോക്ക് മൂലം ജെന്നി ഉണ്ടാകാം. തലച്ചോറിലുണ്ടാകുന്ന അണുബാധകൾ, മെനിഞ്ചൈറ്റിസ് അഥവാ എൻകെഫലൈറ്റിസ്, അതുപോലെ തന്നെ തലച്ചോറിലേൽക്കുന്ന ക്ഷതങ്ങൾ, ആക്സിഡൻറ്റ് മുഖേനയോ അല്ലാതെയോ തലച്ചോറിലേൽക്കുന്ന ക്ഷതങ്ങൾ, ഇവയെല്ലാം തന്നെ ജെന്നിക്ക് കാരണമാകുന്നതാണ്. ഇതുകൂടാതെ മദ്യത്തിൻ്റെ അമിത ഉപയോഗം, മറ്റ് മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ, ശരീരത്തിലെ രക്തത്തിൽ സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം തുടങ്ങിയ ഇലക്ട്രോലൈറ്റ്സിൻ്റെ ലെവൽസിലുണ്ടാകുന്ന വ്യത്യാസം, ഇതെല്ലാം തന്നെ ജെന്നിക്ക് കാരണമാകാം. അപ്പോൾ ജെന്നി ആദ്യം ട്രീറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനം അതിൻ്റെ കാരണം എന്തെന്ന് കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ കാരണം ആദ്യം ട്രീറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ ഈ മാനേജ്മെൻറ്റിൽ ഏറ്റവും പ്രധാനമാണ് നമുക്ക് 2 ടെസ്റ്റുകൾ. ഒന്ന് EEG, ഇത് തലച്ചോറിലെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയെ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ EEG എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ തലച്ചോറിൻ്റെ ഇമേജിംഗ്, CT അഥവാ MRI. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ടാണ് നമുക്ക് സീഷർ ട്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ EEG വെച്ചിട്ട് ഏത് മരുന്ന് വേണം, അത് എത്ര കാലം കഴിക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ സാധാരണയായിട്ട് നമുക്ക് ജെന്നി അഥവാ എപ്പിലെപ്സി ഉണ്ട് എന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം അതിനുള്ള മരുന്നുകൾ കഴിച്ചു തുടങ്ങണം. ഒരു 2-3 വർഷം ജെന്നി വരാതിരുന്നാൽ മാത്രമേ നമുക്ക് മരുന്നുകൾ നിർത്തുവാൻ സാധിക്കുകയുള്ളൂ. അപസ്മാരമുള്ളവരിൽ ഉറക്കമൊഴിയുന്നത്, അതുപോലെ തന്നെ അമിതമായ സ്ട്രെസ്സ്, സമയത്ത് ആഹാരം കഴിക്കാതെ ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുന്നത്, അമിതമായിട്ടുള്ള ക്ഷീണം, ഇതൊക്കെയാണ് സാധാരണയായിട്ട് ജെന്നി വരാൻ കാരണമാകുന്നത്. അതുപോലെ തന്നെ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ജെന്നി പാർശ്വഫലമായിട്ടുണ്ടാകുന്ന ചില മരുന്നുകൾ ഉപയോഗിക്കുന്നതൊക്കെ അപസ്മാരമുള്ളവരിൽ ജെന്നിയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ പ്രധാനമായിട്ടും ജെന്നി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ജെന്നി ഉണ്ടാകുന്ന ആൾക്ക് ശരീരത്തിലുണ്ടാകുന്ന മുറിവുകൾ തടയുക എന്നുള്ളതാണ് പ്രധാനം. അവരെ മറ്റു വസ്തുക്കളിൽ നിന്ന് അകത്തിക്കിടത്തുക. അതുപോലെ ജെന്നി വന്നു കഴിഞ്ഞാൽ ആസ്പിറേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നതിനെ ഒരു ഇടതുവശം ചരിച്ച് തല അല്പം താഴ്ത്തി കിടത്തുക. ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രമേ മരുന്നുകൾ നിർത്തുവാൻ പാടുകയുള്ളൂ. എപിലെപ്സി എന്നത് ആവർത്തിച്ചുണ്ടാകുന്ന ചുഴലികളാൽ പ്രകടമാകുന്ന ഒരു ന്യൂറോളജിക്കൽ രോഗാവസ്ഥയാണ്. ആർക്കെങ്കിലും ഒരു ചുഴലി ഉണ്ടാകുന്നത് കാണുന്നത് ഭയമുളവാക്കാം, എന്നാൽ ശരിയായ നടപടികളെക്കുറിച്ച് അറിയുന്നത് അവരുടെ സുരക്ഷയിൽ ഒരു വ്യക്തമായ മാറ്റം ഉണ്ടാക്കാം. ഈ സാഹചര്യത്തെ ഫലപ്രദമായി എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഒരു അപസ്മാരബാധ എന്നാൽ ഒരു രോഗിക്ക് പെട്ടെന്നും അനിയന്ത്രിതമായി ആവർത്തിച്ചും ഉണ്ടാകുന്ന കുലുങ്ങുന്ന ചലനങ്ങളുടെ ഒരു അവസ്ഥയാണ്. ഇത് സംഭവിക്കുന്നത് തലച്ചോറിലെ വിദ്യുൽപാകപ്പിഴകൾ മൂലമാണ്. ആ വ്യക്തിയെ പരിക്കിൽ നിന്നും സംരക്ഷിക്കാനാണ് നിങ്ങൾ മുൻഗണന കൊടുക്കേണ്ടത്. ആ വ്യക്തി നിൽക്കുകയോ ഇരിക്കുകയോ ആണെങ്കിൽ സാവകാശം അവരെ തറയിൽ കിടത്തുക. ചുഴലി സമയത്തു അവർക്കു ഏൽക്കാൻ സാധ്യതയുള്ള എന്തെങ്കിലും കടുത്തതോ മൂർച്ചയുള്ളതോ ആയ വസ്തുക്കൾ സമീപത്തുണ്ടെങ്കിൽ അവയെ നീക്കുക. തറയിൽ കിടത്തിയ ശേഷം ഒരു തലയണ അല്ലെങ്കിൽ മടക്കിയ ജാക്കറ്റ് പോലെ മൃദുലവും പരന്നതുമായ എന്തെങ്കിലും അവരുടെ തലയ്ക്കു കീഴിൽ വെച്ച് തറയിൽ മുട്ടുന്നതിൽ നിന്നു സംരക്ഷിക്കുക. ചുഴലി ഉണ്ടാകുമ്പോൾ കഴിയുമെങ്കിൽ ആ വ്യക്തിയെ സാവകാശം ഒരു വശത്തേക്ക് ചെരിച്ചു കിടത്തുക. അവരുടെ ശ്വാസനാളം ഒഴിഞ്ഞിരിക്കാനും ഉമിനീരോ ഛർദിയോ ഉണ്ടെങ്കിൽ എളുപ്പം ഒലിച്ചു പോകാനും ഇത് സഹായിക്കും. ചുഴലി തുടരുന്ന സമയം ശ്രദ്ധിക്കേണ്ടത് പ്രധാനമാണ്. അത് എപ്പോൾ തുടങ്ങുന്നുവെന്നും എത്ര നേരം നീണ്ടുനിൽക്കുന്നുവെന്നും കുറിച്ചിടുക. നിങ്ങൾക്കു സഹായം തേടേണ്ടി വന്നാൽ ഈ വിവരം മെഡിക്കൽ വിദഗ്ധർക്ക് നിർണായകമാകും. ഒരു ചുഴലി ഉണ്ടായാൽ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ഉണ്ട്. ആ വ്യക്തിയുടെ വായിൽ ഒന്നും ഇടരുത്.
പഴയ വിശ്വാസങ്ങൾക്ക് വിപരീതമായി, ഇത് കാരണം ആ വ്യക്തിയുടെ പല്ലുകൾ അല്ലെങ്കിൽ താടിക്കു പരിക്കേൽക്കാം, അതുപോലെ ശ്വാസത്തെ തടസ്സപ്പെടുത്താം. മാത്രമല്ല, അവരുടെ ചലനങ്ങളെ തടയുകയും അരുത്. ചുഴലി അതിന്റെ ജോലി ചെയ്യട്ടെ, പക്ഷേ ആപത്തുകളിൽ നിന്നും അവരെ സശ്രദ്ധം അകറ്റി നിർത്തുക. ആ വ്യക്തി പൂർണ്ണമായും സുഖപ്പെടുന്നത് വരെ യാതൊരു ഭക്ഷണമോ പാനീയങ്ങളോ നൽകരുത്. ചുഴലി നിന്ന ശേഷം പൂർണ്ണമായി ബോധം വീണ്ടെടുക്കുന്നതുവരെ ആ വ്യക്തിക്കൊപ്പം നിൽക്കുക. അതിനുശേഷം അവർക്കു ആശയക്കുഴപ്പം അല്ലെങ്കിൽ മാന്ദ്യം ഉണ്ടാകാം. ശാന്തമായി സംസാരിച്ചു അവരെ സമാശ്വസിപ്പിക്കുക. അടിയന്തര മെഡിക്കൽ സഹായം എപ്പോൾ വിളിക്കണം എന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ചുഴലി 5 മിനിറ്റിലേറെ നീണ്ടുനിന്നാൽ, ഇടയിൽ ഉണർച്ച ഇല്ലാതെ ആവർത്തിച്ചു ചുഴലികൾ ഉണ്ടായാൽ, ചുഴലി വന്നു പരിക്കേറ്റാൽ, പിന്നീട് ശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നിയാൽ, അല്ലെങ്കിൽ ഇത് അവരുടെ അറിവായ ആദ്യത്തെ ചുഴലി ആണെങ്കിൽ ഉടനടി സഹായം തേടുക. ഈ ലളിതമായ നടപടികൾ മനസ്സിലാക്കിയാൽ, ഒരു അപസ്മാര ചുഴലി അനുഭവിക്കുന്ന ആർക്കും നിർണായക പിന്തുണ നൽകാൻ നിങ്ങൾക്ക് കഴിയും. കാര്യങ്ങൾ അറിഞ്ഞ ശേഷം ശാന്തമായി അറിവായ നടപടികൾ എടുക്കുന്നത് ഒരു ശരിയായ വ്യത്യാസം സൃഷ്ടിക്കും.